Hey, is it worth it? Oh, yeah, it's worth it. If you're strong enough. Hey, yeah, this is OFT with a new video. So, this is my BRP card. UK ലെ എൻ്റെ BRP കാർഡാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന ചടങ്ങാണ് ഇന്നത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ BRP കട്ട് ചെയ്യൽ. അങ്ങനെ 2 പീസായ BRPയുമായി ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് കടക്കാൻ പോവാണ്. എൻ്റെ 2.5 വർഷത്തെ UK ലൈഫ് എക്സ്പീരിയൻസ്. കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, ബ്രോ ഇനി UK വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അഫോർഡബിൾ ആണോ, അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സംഭവമാണ്. ഇത്രേ ഉള്ളൂ ഗൈസ്, ഇത് ഒരു കഥയാണ്, എൻ്റെ കഥ. അതായത് ഞാൻ UK വരാൻ ശ്രമിച്ചു തുടങ്ങിയത് മുതലുള്ള എൻ്റെ ഒരു കഥ. ഏറെക്കുറെ ഇപ്പൊ 2.5 വർഷമായി ഞാൻ UK എത്തിയിട്ട്. അതായത് ഞാൻ 2021 ഡിസംബർ 28-നാണ് UK, അതായത് ലണ്ടനിൽ കാലുകുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറെക്കുറെ 2.5 വർഷമായി. എൻ്റെ കോഴ്സ് കഴിഞ്ഞു. 2 കൊല്ലത്തെ കോഴ്സായിരുന്നു. ടീസൈഡ് യൂണിവേഴ്സിറ്റി മിഡിൽസ്ബ്രോയിലാണ് ഞാൻ കോഴ്സ് ചെയ്തത്. 2 ഇയേഴ്സ് കോഴ്സ് വിത്ത് ഇന്റേൺഷിപ്പ് ഉള്ള കോഴ്സാണ് ചെയ്തത്. അത് കഴിഞ്ഞു. ഇപ്പോൾ PSW കിട്ടി. അപ്പൊ പുതിയ BRP കാർഡ് കിട്ടി. അതായത് PSW ഉള്ള അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് റൂട്ടിന്റെ 2 കൊല്ലം നിൽക്കാൻ പറ്റുന്ന BRP കാർഡ് കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ BRP കാർഡ് കട്ട് ചെയ്ത് കളഞ്ഞത്. അതായത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതല്ല. അപ്പോൾ എൻ്റെ കഥ, അതായത് എൻ്റെ UK ലൈഫ് എക്സ്പീരിയൻസ് അഥവാ UK ഘതന കഥ, അതാണ് ഇത്. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ്, ഞാൻ 2021 സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്തത്. അതായത് ഫുഡ് സയൻസ് ആൻഡ് ബയോടെക്നോളജി മാസ്റ്റേഴ്സിന്റെ 2 ഇയർ കോഴ്സിന് വിത്ത് ഇന്റേൺഷിപ്പ്, അതാണ് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ ആദ്യത്തെ സമയം എനിക്ക് ക്യാഷ് കിട്ടിയതില്ല. അതായത് സെപ്റ്റംബർ ഇൻടേക്കിൽ ക്യാഷ് കിട്ടിയില്ല. ഓട്ടോമാറ്റിക്കലി ഡിഫർ ചെയ്യപ്പെട്ടു ജാനുവരിയിലേക്ക്. അപ്പൊ ടീസൈഡ് യൂണിവേഴ്സിറ്റിയിൽ ക്യാഷ് കിട്ടാത്ത ഇഷ്യൂ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ പോയിന്റ് പറഞ്ഞത് തന്നെ. അപ്പൊ ജാനുവരി ഇൻടേക്കിലേക്ക് എനിക്ക് വളരെ പെട്ടെന്ന് അവർ ക്യാഷ് ഇഷ്യൂ ചെയ്തു തന്നു. ഒക്ടോബർ പകുതിയായപ്പോഴേക്കും എനിക്ക് ക്യാഷ് കിട്ടി. ഞാൻ വിസയ്ക്ക് വെച്ചു. എനിക്ക് നവംബർ പകുതിയായപ്പോഴേക്കും വിസ കിട്ടി. അപ്പൊ എനിക്ക് 2021 തന്നെ UK കാല് കുത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 2021 തന്നെ അവസാനമായിട്ട് ഇങ്ങോട്ട് കയറാം. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ കഴിയാൻ വേണ്ടിയിട്ട് മാത്രം അവിടെ നിന്നു, വീട്ടുകാരുടെ കൂടെ ക്രിസ്മസ് ആഘോഷം. അത് കഴിഞ്ഞ് ഞാൻ നേരെ കയറി പോരാലോ എന്ന് വിചാരിച്ചിട്ടാണ് 28-നുള്ള പ്ലാൻ ചെയ്തത്. അപ്പൊ ഞാൻ സാന്റാമോണിക്ക ആയിരുന്നു ഏജൻസി. സാന്റാമോണിക്ക അറിയാത്തവരുണ്ടാവില്ല. ടീസൈഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഏറ്റവും കൂടുതൽ പേര് കയറ്റി വിടുന്ന ഒരു ഏജൻസിയാണ് സാന്റാമോണിക്ക. അപ്പൊ ഞാൻ അത് ത്രൂ ആണ് വന്നത്. ആൻഡ് മൈ പ്ലേസ് ഈസ് ഇൻ നോർത്ത് ഈസ്റ്റ്. മിഡിൽസ്ബ്രോ എന്നാണ് സ്ഥലത്തിന്റെ പേര്. ടീസൈഡ് യൂണിവേഴ്സിറ്റി മിഡിൽസ്ബ്രോ. ഞാൻ ലണ്ടനിൽ നിന്ന് ബസ്സിലാണ് മിഡിൽസ്ബ്രോയിലേക്ക് വന്നത്. ഞാൻ ഫസ്റ്റ് ടൈം UK എത്തിയിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാരണം നമ്മുടെ ലഗേജസ് ഒക്കെ ബസ്സിന്റെ, അതായത് ബസ്സല്ല, കോച്ചിന്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഇറങ്ങുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കാറിലാണ് വീട്ടിൽ വരെ ക്യാബ് വിളിച്ചിട്ടാണ് പോയത്. ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. അപ്പൊ നിങ്ങൾ ക്യാബ് വിളിച്ചാൽ, എയർപോർട്ട് മുതൽ ക്യാബ് വിളിച്ച് നിങ്ങളുടെ സ്ഥലം വരെ പോകേണ്ട ഒരു കാര്യമില്ല. ഇതുപോലെ നാഷണൽ എക്സ്പ്രസിന്റെ കോച്ചസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് എത്താനാണ്. അങ്ങനെ കാശ് കളയേണ്ട ഒരു കാര്യമില്ല. അപ്പോ ഇവിടെ എത്തി 21 ഡിസംബർ 28-ന് എത്തി. ഞാൻ അപ്പം തന്നെ BRP പിറ്റേ ദിവസം തന്നെ കളക്ട് ചെയ്ത് ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങി. അപ്പൊ എനിക്ക് ആദ്യം മെഗ്ഡിയിൽ നിന്ന് ഓഫർ വന്നു. അത് ആദ്യം അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ ആണ്. പിന്നെ അത് അവര് ഓഫർ വിഡ്രോയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കെയർ ഹോമിൽ കയറി. യോർക്കിലായിരുന്നു ആ കെയർ ഹോം. അപ്പോൾ അത് പെർമനന്റ് ജോബ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ജനുവരി 13-നോ എന്തോ ആ കെയർ ഹോമിൽ കയറി. വന്നിട്ട് 2 വീക്സിനുള്ളിൽ എനിക്ക് ജോബ് കിട്ടി. അപ്പോൾ ഇൻഡക്ഷൻ പരിപാടി, അപ്പൊ ഞാൻ കെയർ ഹോം ജോബ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഇൻഡക്ഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ മാസം അവസാനമായപ്പോഴേക്കും എനിക്ക് എന്തായി, ജോബ് കിട്ടി തുടങ്ങി. അതായത് പെയ്ഡ് ജോബ് സെറ്റ് ആയി. 2 ഇയർ കോഴ്സ് ടീസൈഡ് യൂണിവേഴ്സിറ്റിന്റെ. അതുകൊണ്ടുള്ള ഒരു ഗുണം പറയാനാണ് ഇത്. ജസ്റ്റ് ഞാൻ ഇപ്പൊ തുടക്കം തന്നെ പറഞ്ഞു പോവാം, കാരണം ഒരുപാട് വൈകിപ്പിക്കുന്നില്ല അത് പറയാനായിട്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റുമാണ്. ഈ 2 ഇയർ കോഴ്സ് ഞാൻ വന്നത് 22 ജാനുവരിയിലാണ്. അപ്പോൾ എന്റെ ട്യൂഷൻ ഫീ 15 ലക്ഷമാണ്. ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞാൽ അത് 2 ഇയർ ആയിട്ടാണ് അടക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ 7.5 ലക്ഷം, സെക്കൻഡ് ഇയറിൽ സെയിം 7.5 ലക്ഷം. അപ്പോൾ ഇനീഷ്യൽ ആയിട്ട് 4 ലക്ഷം അടയ്ക്കണം. റിമൈനിങ് ആയിട്ടുള്ള 3.5 ലക്ഷം നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് 7 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ അടച്ചാൽ മതി. ഈ 3 ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിലും 7 മാസത്തിന് ഈക്വൽ ആയിട്ടുള്ള ടൈം കിട്ടും. അതായത് ഇപ്പൊ നമ്മൾ ഫെബ്രുവരിയിലൊക്കെ തുടങ്ങുകയാണെങ്കിൽ സെപ്റ്റംബറിൽ അടച്ചു തീർത്താൽ മതി. അതുപോലെ തന്നെയാണ് ഈ 7 ഇൻസ്റ്റാൾമെന്റിന്റെ സ്കീം എടുക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിലോ മാർച്ചിലോ തുടങ്ങുകയാണെങ്കിലും സെപ്റ്റംബർ വരെ 6-7 മാസം ടൈം കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പൊ അത് ടീസൈഡ് യൂണിവേഴ്സിറ്റിയിൽ എടുത്ത് കളഞ്ഞു. അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ആ സ്കീം ഇല്ല. പിന്നെ അത് നോക്കിയിട്ട് ആരും വരണ്ട. അതുപോലെ തന്നെ എനിക്ക് ഇന്റർനാഷണൽ സ്റ്റുഡന്റിന്റെ സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു ടീസൈഡ് യൂണിവേഴ്സിറ്റിയിൽ. അതും ഇല്ല ഇപ്പോ. വൈസ് ചാൻസലർ സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞത് അതും കിട്ടുന്ന ആരും കണ്ടിട്ടില്ല ഞാൻ. അപ്പൊ അതൊക്കെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോ എനിക്ക് സെക്കൻഡ് ഇയറിൽ 7500 പൗണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ടാസ്ക്. അത് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റി. അതായത് ഞാൻ ഇവിടെ വന്ന് ജോലി എടുത്ത് ആ കാശ് കൊണ്ട് മാത്രമാണ് ട്യൂഷൻ ഫീ അടച്ചത്. ഞാൻ നാട്ടിൽ നിന്ന് 10 പൈസ തൊട്ടിട്ടില്ല. ലോണ് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ
ആ സമയത്ത് ഇത് പറ്റുമായിരുന്നു. ഈ സമയത്ത് വരുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇനി അത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമല്ല. കാരണം കഴിഞ്ഞ ജാനുവരി ഇൻടേക്കിൽ വന്നത്, അതായത് 2023 ജാൻ ഇൻടേക്കിൽ വന്ന ഒരുപാട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് നമുക്കറിയാവുന്നവരൊക്കെ ജൂൺ ജൂലൈ വരെയൊക്കെ വെയിറ്റ് ചെയ്തവരുണ്ട് ജോബ് കിട്ടാതെ ടി സൈഡ് അഥവാ മിഡിൽസ് പ്രോയിൽ. അത് കഴിഞ്ഞിട്ട് ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ജനുവരിയിൽ 2024 ജനുവരിയിലൊക്കെ വന്ന് നമ്മൾ വീടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത 1-2 പേരൊക്കെ ഉണ്ട്. ഇപ്പോഴും അവർക്ക് ജോബ് സെറ്റ് ആയിട്ടില്ല. ഏറെക്കുറെ മെയ് 19 മെയ് 20 ഒക്കെ ആയല്ലോ. അപ്പോൾ ഇതുവരെയും അവർക്കും ജോലി സെറ്റ് ആയിട്ടില്ല. അപ്പൊ ജോലി കിട്ടുക എന്നുള്ളത് കുറെയൊക്കെ ലക്കാണ് മിഡിൽസ് പ്രോയിൽ. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് പാർട്ട് ടൈം ജോബ് കുറച്ച് പാട് തന്നെയാണ്. പ്രത്യേകിച്ച് ജാൻ ഇൻടേക്കിൽ വരുന്നവർക്ക് നല്ല പാടാണ്. സെപ്റ്റംബർ ഇൻടേക്കിൽ വരുമ്പോൾ കുറച്ചും കൂടി വൈഡ് ആയിട്ട് ഓപ്പൺ ഒക്കെ ആയിരിക്കും. അപ്പൊ കുറച്ചും കൂടി ജോബ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ജാൻ ഇൻടേക്കിൽ വരുന്നവർക്ക് നല്ല കഷ്ടമാണ്. അപ്പോൾ ഐ വാസ് ലക്കി ഇൻ ദാറ്റ് കേസ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ താമസിക്കുന്നവർ സെപ്റ്റംബർ ഇൻടേക്കിൽ വന്നവരാണ്. അവർക്കും ജോലി കിട്ടിയത് ഞാൻ കയറിയപ്പോൾ തന്നെയാണ്, ജനുവരിയിൽ വന്നപ്പോഴാണ്. അപ്പോൾ ദാറ്റ്സ് എ ലക്ക് എന്നൊക്കെ തന്നെ പറയണം. ലക്ക് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ചൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കുറെ കാലം ഈ ജോബ് കിട്ടാതെ നോക്കിയിരിക്കേണ്ടി വരും. അപ്പൊ അതും ടി സൈഡിനെ പറ്റി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ UK ലൈഫിൽ ജസ്റ്റ് ഈ പോയിന്റ് മാത്രമാണ് പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് മാർച്ച് ആയപ്പോഴേക്കും എനിക്ക് ആദ്യത്തെ സബ്മിഷൻ വന്നു. ജസ്റ്റ് അസസ്മെന്റ് മാത്രമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മെയ്യിൽ എനിക്ക് നെക്സ്റ്റ് സബ്മിഷൻ വന്നു. ഈ 2 സബ്മിഷൻസും വെച്ച് ഞാൻ പാസ്സായി, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് റിസൾട്ട് വന്നു. ഒരു 1-1.5 മാസത്തിനുള്ള റിസൾട്ട് ഒക്കെ വന്നു. പിന്നത് സമ്മർ ബ്രേക്ക് ആയിരുന്നു. മെയ് 23 മുതൽ സെപ്റ്റംബർ 23 വരെ 4 മാസം സമ്മർ ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് വല്ലാത്തൊരു റിലാക്സേഷൻ തന്നെയാണ് ഈ സമ്മർ ബ്രേക്ക് കിട്ടുക എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. അപ്പൊ ആ സമയത്ത് ഫുൾ ടൈം വർക്ക് ചെയ്ത് സേവ് ചെയ്ത് വെച്ച മണിയൊക്കെയാണ് ഞാൻ സെക്കൻഡ് ഇയർ ട്യൂഷൻ ഫീയും സംഭവങ്ങളൊക്കെ ആയിട്ട് അടച്ചത്. ഒരുപാടൊന്നും സേവ് ചെയ്തില്ല. നാട്ടിലേക്ക് നന്നായിട്ട് അയക്കാൻ പറ്റിയിരുന്നു. അത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം വേറെ പല ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയധികം സേവിങ്സ് കിട്ടില്ല. കാരണം വളരെ 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 അഫോർഡബിൾ ആണ് വേറെ ഏത് സ്ഥലത്തിനെ പറ്റിയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും മിഡിൽസ് പ്രോ അല്ലെങ്കിൽ ടി സൈഡ് എന്ന് പറയുന്നത്. സോ നാട്ടിലേക്ക് കാശ് അയക്കാനും എനിക്ക് അത്യാവശ്യത്തിന് സേവ് ചെയ്ത് വെക്കാനും സംഭവങ്ങൾക്കൊക്കെ പറ്റിയിരുന്നു. അതിനുശേഷം ഏറെക്കുറെ 6 മാസത്തോടെ എടുത്തപ്പോൾ എനിക്ക് എന്താണ് ഈ കെയറിംഗ് ഫീൽഡ് അങ്ങ് മടുത്ത് പിന്നെ ഞാൻ നേരെ ആമസോണിലേക്ക് ജോയിൻ ചെയ്യായിരുന്നു. ഡറം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഡറം നമ്മുടെ അവിടെ നിന്ന് ഒരു 10-25 മൈൽ ദൂരമുണ്ട്. അപ്പൊ അവിടുത്തെ വലിയൊരു ആമസോണിന്റെ വെയർ ഹൗസിലാണ് ജോയിൻ ചെയ്തത്. FC അസോസിയേറ്റീവ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ അതായിരുന്നു ഒരു ഡിഫറെന്റ് ജോബ്. നല്ല പേയ്മെന്റ് ആണ് ആമസോണിൽ. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ വരുന്നതിന് മുൻപുള്ള കണ്ട വീഡിയോസിലൊക്കെ UK ബേസിക് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 892 എന്നുള്ളതായിരുന്നു. ഞാൻ വന്ന് 2022 ഏപ്രിൽ അത് 9.5 എന്തോ ആയി. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം അത് 10.42 ആയി. ഈ കൊല്ലം അത് 11.42 ആയി. നല്ല ഇൻക്രീസ് ഉണ്ട്. ഈ ഇൻക്രീസ് ഇല്ലെങ്കിൽ കൂടി ആമസോണിൽ എപ്പോഴും ബാക്കിയുള്ള സ്ഥലങ്ങളെക്കാളും കൂടുതൽ എമൗണ്ട് കിട്ടിയിരുന്നു. എനിക്ക് കെയർ ഹോമിലൊക്കെ ബേസിക് പേ ആയിരുന്നു. പക്ഷെ ആമസോണിൽ എപ്പോഴും 1.5 പൗണ്ടോളം കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആമസോണിൽ കയറി കഴിഞ്ഞപ്പോൾ അതും എനിക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തന്നെ കിട്ടി. കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ സമ്മർ വെക്കേഷൻ കഴിഞ്ഞു. എൻ്റെ സെക്കൻഡ് സെമ്മിലേക്ക് ഞാൻ കയറി. അതിലും 2 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. അസസ്മെന്റ്, ഒരു എക്സാം ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ അതും കടന്നുപോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 6 മാസത്തെ കോൺട്രാക്ട് കഴിഞ്ഞ് ആമസോണിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. സോ ദാറ്റ് വാസ് മൈ ബ്രേക്കിംഗ് പോയിന്റ്. അപ്പോഴാണ് ഞാൻ UK എത്തിക്കഴിഞ്ഞ് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കാരണം ആ ജനുവരി ഫെബ്രുവരി തുടക്കത്തിൽ എനിക്ക് ജോബ് പോയിട്ട് പിന്നെ എനിക്ക് ജോബ് കിട്ടുന്നത് 1 മാസം മേലെ കഴിഞ്ഞിട്ടാണ്. ആ 1 മാസം വല്ലാത്തൊരു സ്ട്രഗിൾ ചെയ്യുന്നത്. സംഭവം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. സ്റ്റിൽ എൻ്റെ റെന്റ് 200 പൗണ്ടാണ്. ബിൽസ് എല്ലാ സംഭവങ്ങളൊക്കെ കൂടിയിട്ട് 250-280 ആ റേഞ്ചൊക്കെ വരും. അപ്പോൾ പിന്നെ ഫുഡ് ഏറെക്കുറെ 350-400 പൗണ്ട് നമുക്ക് ഇവിടെ ചെലവ് തന്നെയുണ്ട്. അപ്പോൾ ഒരു പണിയില്ലാതെ അത്രയും എമൗണ്ട് മാറ്റി വെക്കാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞ എളുപ്പമല്ല. അപ്പൊ അപ്പോഴാണ് ഞാൻ ശരിക്കും UK സ്ട്രഗിൾ എന്താണെന്നുള്ളത് അനുഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത്, ഈ ഇൻടേക്കിൽ വരുന്നവർക്ക്, അതായത് ഇനി വരുന്നവർക്കൊക്കെ ആ സ്ട്രഗിളും നമ്മൾ എന്തായാലും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് തന്നെ വരണം. കാരണം ചിലപ്പോൾ നമുക്ക് വന്നപ്പോൾ തന്നെ ജോബ് കിട്ടിയെന്ന് വരില്ല. ഇനി ജോബ് കിട്ടിക്കഴിഞ്ഞാലും ഇടയിൽ വെച്ച് എന്റെ പോലെ ജോബ് പോയി കഴിഞ്ഞ് കുറച്ചു കാലത്തേക്ക് ജോബ് കിട്ടിയില്ലെങ്കിൽ വി ഹാവ് ടു ഫേസ് ദാറ്റ് സ്ട്രഗിൾ. അപ്പൊ ലോൺ ഇല്ലാതെ ഇനി ടി സൈഡിലേക്കും വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ല റിസ്ക് എടുക്കേണ്ടി തന്നെ വരും. അപ്പൊ ഞാൻ എന്റെ മുന്നിട്ടേക്കുള്ളവരും ഒരുപാട് പേര് ഇതുപോലെ ഇവിടെ വന്ന് പണിയെടുത്ത് ഫീസ് അടച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ഞാനും വന്നത്. അപ്പൊ ഞാനും വലിയ കുഴപ്പമില്ലാതെ അതിൽ കടന്നു പോകുന്നു. പക്ഷെ ഇനി വരുന്നവർ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക. കാരണം പിള്ളേരുടെ നമ്പർ കൂടി കൂടി വരാണ്. അപ്പൊ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു വരാണ്. അറിയാലോ, ബേസിക്കലി അത് വൈസ് വേഴ്സ ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് ഒരു സ്ട്രഗിൾ വന്നു കഴിഞ്ഞാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പൊ എനിക്ക് ആ സ്ട്രഗിൾ നന്നായിട്ട് തന്നെ കിട്ടി. ഏറെക്കുറെ 1.5 മാസത്തോളം പണിയില്ലാതിരുന്നപ്പോൾ തന്നെ ആ സംഭവം മനസ്സിലായി. കാരണം പണിയില്ലാതെയും ജീവിക്കണമെങ്കിൽ ഇത്രയും കാശ് ഏറെക്കുറെ ചെലവ് വരാണ്. അപ്പോൾ അത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെമിംഗോ ലാൻഡ് എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് കയറിയത്. മെഗ്ഡിയിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ മെഗ്ഡിയിൽ ഷിഫ്റ്റ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെമിംഗോ ലാൻഡിൽ കയറി. അതിന്റെ ഇടയിൽ ഞാൻ ചെയ്ത മറ്റൊരു മണ്ടത്തരായിരുന്നു, ഞാൻ നാട്ടിലേക്ക് പോയി. അതും വെറും 2 ആഴ്ചത്തേക്ക്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഞാൻ നാട്ടിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് ഫ്ലൈറ്റിൽ കുഴപ്പമില്ലാതെ കിട്ടി. 60 രൂപയ്ക്ക് വിത്ത് റിട്ടേൺ ആയിട്ട് കിട്ടി, 60,000 രൂപയ്ക്ക്. പക്ഷെ അവിടെ വന്നിട്ട് കുറച്ച് ചിലവ് സംഭവങ്ങൾ പരിപാടിയൊക്കെ ഏറെക്കുറെ എനിക്ക് 1 ലക്ഷം രൂപയോളം പൊട്ടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സ്ട്രഗിൾ ആയി. അപ്പൊ ആ സമയത്താണ് നമുക്ക് ഈ
ക്രെഡിറ്റ് കാർഡ്സ്, അതുപോലെ തന്നെ ബാങ്കുകളിലെ ഓവർ ഡ്രാഫ്റ്റ്, ഫ്ലക്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ്ഫുൾ ആവുന്നത്. അപ്പൊ ഞാൻ പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും നിങ്ങൾ മോൺസോ അക്കൗണ്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഓവർ ഡ്രാഫ്റ്റ് 2000 പൗണ്ടാണ് എനിക്ക് ഓവർ ഡ്രാഫ്റ്റ് ഉള്ളത് മോൺസോയിൽ. ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇപ്പോഴും എന്റെ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ലോയിഡ്സ് ആണ് ഞാൻ കൊടുക്കാറ്. പക്ഷെ സ്റ്റിൽ ഞാൻ എന്റെ വണ്ടിയുടെ ടാക്സ് അടച്ചു പോകുന്നത് മോൺസോ വെച്ചിട്ടാണ്. കുറച്ചധികം ആയി അടച്ചു പോകുന്നു. 2 കൊല്ലത്തോളം ഏറെക്കുറെ അടച്ചിട്ടുണ്ട്. ആകെ 24 പൗണ്ടാണ് ആ ടാക്സ് വരുന്നത്. അത് മാത്രം വെച്ചിട്ട് അവർ എനിക്ക് 2000 പൗണ്ട് എന്ത് വന്നു, ഓവർ ഡ്രാഫ്റ്റ് വന്നു. അത് വല്ലാത്തൊരു ഹെൽപ്പ് തന്നെയായിരുന്നു. കാരണം സംഭവം ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഡെയിലി ഇതൊക്കെ കൊടുക്കണം. പക്ഷെ നമുക്കത് ഒരുപാട് എമൗണ്ട് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ചെറിയ എമൗണ്ട് നമ്മൾ മൈൻഡിൽ, കാരണം നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകും. പിന്നെ എമൗണ്ട് വരുമ്പോൾ ഈ ഓവർ ഡ്രാഫ്റ്റിലേക്ക് അങ്ങനെ കയറി പോകും. അപ്പോ തീർച്ചയായിട്ടും ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഈ വീഡിയോയിൽ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ക്രെഡിറ്റ് സ്കോർ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓവർ ഡ്രാഫ്റ്റ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് കർമ്മ അല്ലെങ്കിൽ ടോട്ടലി മണി അതുപോലത്തെ ആപ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് അവർ തന്നെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും. ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണ്ടോ, അല്ലാതെ എല്ലാത്തിന്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കി ഫെയിൽഡ് ആയി അങ്ങനെ ചെയ്യാൻ നിൽക്കണം. അപ്പൊ നമുക്ക് അപ്രൂവൽ ആവാൻ ചാൻസ് ഉള്ളത് അവർ കാണിച്ചു തരും. അത് ജസ്റ്റ് മാത്രം അപ്ലൈ ചെയ്ത് പോയാൽ മതി. സെറ്റ് ആണ്, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഈ പോയിന്റ് ഓഫ് വ്യൂ, ഈ സ്ട്രഗിൾ വന്നപ്പോഴാണ് ഈ പോയിന്റ്സ് ഒക്കെ ഞാൻ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതായത് ജോബ് പോയപ്പോൾ വന്ന സമയത്ത് ഏറെക്കുറെ 1 കൊല്ലത്തോളം ഒരു കുഴപ്പമില്ലാതെ പോയപ്പോൾ എങ്ങനത്തെ പോയിന്റ്സ് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതിനുശേഷം മാത്രമാണ് ഇതിലേക്ക് നല്ലതായി കോൺസെൻട്രേറ്റ് ചെയ്ത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ എടുത്തു. അതായത് അതിന്റെ ഒപ്പം തന്നെ S23, ഞാൻ അതിലാണ് ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. S23 ഫോൺ എടുത്തു. അപ്പൊ അതിന്റെ അടവ് വരുന്നുണ്ട്. അതുകൂടാതെ കാർ ഉണ്ട്, ടാക്സ് ഉണ്ട്, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെലവ് കൂടി വരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഓവർ ഡ്രാഫ്റ്റ് അത് ഇതൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഓവർ ഡ്രാഫ്റ്റിൽ കിടന്നുള്ള കളികളാണ്. പിന്നെ വീണ്ടും സമ്മർ ബ്രേക്ക് വരുന്നു. മെയ് അവസാനം സെപ്റ്റംബർ വരെയുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ആമസോണിൽ വീണ്ടും കയറുന്നു. സെപ്റ്റംബർ ഓഗസ്റ്റ് അവസാനം ഇപ്രാവശ്യം കിട്ടിയുള്ളൂ. അത്രയും കാലം ഞാൻ ഫ്ലെമിംഗോ ലാൻഡിലാണ് വർക്ക് ചെയ്തത്. കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ നിന്ന്, 7.5 മണിക്കൂറിന്റെ ഷിഫ്റ്റ് ഒക്കെയാണ്. അപ്പൊ അതാണ് മറ്റൊരു പോയിന്റ്. അതായത് നമുക്ക് കിട്ടുന്ന ഷിഫ്റ്റ് ആമസോണിൽ നമുക്ക് ഇപ്പൊ 2 ദിവസമാണ് വർക്ക് ഉള്ളൂ എങ്കിലും 10 മണിക്കൂർ വെച്ച് 20 മണിക്കൂർ സേഫ് ആണ്. ഇപ്പൊ ഞാൻ മെഗ്ഡിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ചില ദിവസം 6 മണിക്കൂർ, ആ വീക്കിൽ ആ ഒറ്റ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുള്ളൂ, 6 മണിക്കൂറിന്റെ ഒരു ഷിഫ്റ്റ്. നമുക്ക് ജോലി ഉണ്ട് എന്ന് പറയാം, മെഗ്ഡിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാന്നല്ലാതെ കാശ് കിട്ടത്തില്ല. അപ്പൊ ആമസോൺ വരുമ്പോൾ എപ്പോഴും ആമസോണിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ കെ ഹോമിലായിരുന്നപ്പോഴും ഇതുപോലെ തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റ് കട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. 0 അവർ കോൺട്രാക്റ്റിലാണ് ഞാൻ കയറിയത്. അപ്പോൾ ബാങ്കിങ് അവേഴ്സ് അങ്ങനത്തെ കോൺട്രാക്ട് എന്നൊക്കെ പറഞ്ഞ കോൺട്രാക്ട്സ് ഉണ്ടല്ലോ. അപ്പൊ ഒരു ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ തരും, അത് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ തരുള്ളൂ. അപ്പൊ അത് വല്ലാത്തൊരു ദുരന്തം തന്നെയായിരുന്നു. ദുരിതം തന്നെയായിരുന്നു. മെഗ്ഡിയിലായാലും ഇതുപോലെ ഷിഫ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ എപ്പോഴും ആമസോൺ വരുമ്പോൾ ഞാൻ ആമസോണിൽ അപ്ലൈ ചെയ്യും. അതുകൊണ്ട് ഞാൻ ആമസോണിന്റെ ഒരുപാട് വീഡിയോസ് ഇട്ടേക്കുന്നത്. ആമസോണിന്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് പലരും മെസ്സേജ് അയക്കാറുണ്ട്. സന്തോഷമാണ്. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞും കൊടുക്കാറുണ്ട്. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും നല്ല ഇതായിട്ട് തോന്നിയിട്ടുള്ളത് ആമസോണാണ്. കാരണം നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് മാനേജറോ സംഭവങ്ങളോ ഒന്നുമല്ല. നമ്മുടെ അടുത്ത് മാനേജറൊക്കെ വന്ന് സംസാരിക്കലൊക്കെ വളരെ റയർ ആയിരിക്കും. നമ്മുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുന്നത് കമ്പ്യൂട്ടറുകളാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ, ഒരു മിനിമം റേറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ ഇവന്മാരുടെ വായിലിരിക്കുന്ന സംഭവങ്ങളും ഇവന്മാരുടെ റേസിസും പരിപാടിയും ഒന്നും കേൾക്കണ്ട. ഈ മെഗ്ഡിയിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റേസിസ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഒരുവിധം എല്ലാവർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം മെഗ്ഡി അങ്ങനത്തെ ഒരു ഐറ്റമാണ്. അവർക്ക് ഇവിടെയുള്ളവരെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്കും സംഭവങ്ങൾക്കൊക്കെ എത്ര നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് ഉള്ളതാണ് അവിടെ. അപ്പോൾ അതില്ലാതെ നമുക്ക് കടന്നു പോരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആമസോൺ. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ആമസോണിൽ ഏറെക്കുറെ 65 രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എന്റെ ബെസ്റ്റ് വർക്ക് പ്ലേസ് എപ്പോഴും ആമസോണാണ്. അപ്പൊ ആമസോൺ കിട്ടുമ്പോൾ എപ്പോഴും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ വീണ്ടും ആമസോണിൽ കയറി. അപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത് ഈ ജനുവരി മുതൽ സെക്കൻഡ് ഇയർ ജനുവരി മുതൽ മെയ് വരെ ഇന്റേൺഷിപ്പ് ആയിരുന്നു. അത് TCD യൂണിവേഴ്സിറ്റിയിൽ അഡ്വാൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. 2 ഇയർ കോഴ്സ് ചെയ്യുന്നവർക്ക് ഏറെക്കുറെ അറിയാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അഡ്വാൻസ് പ്രാക്ടീസ് ചെയ്തു, അതും പാസ്സായി. എങ്ങനെയൊക്കെ പാസ്സായി. സമ്മർ ബ്രേക്ക് കഴിഞ്ഞപ്പോൾ, അതായത് ഏറെക്കുറെ സെപ്റ്റംബർ ആയപ്പോൾ എനിക്ക് ഡിസർട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ 4th സെം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സെം വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ 3 മാസമാണ് അതിന് സമയം ഉണ്ടായിരുന്നത് ഡിസർട്ടേഷന്. പൊതുവെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡിസർട്ടേഷന് കുറച്ചുകൂടി സമയം ഉണ്ടായിരിക്കും. അപ്പൊ ഇത് ലിമിറ്റഡ് ആയിട്ടുള്ളത് തന്നെയായിരുന്നു. കാരണം ജനുവരിയിൽ എന്റെ കോഴ്സ് കഴിയും. ഞാൻ 22 ജനുവരിയിലാണ് വന്നത്. 24 ജനുവരിയിൽ എന്റെ കോഴ്സ് കഴിയും. അപ്പൊ ഡിസർട്ടേഷന് കുറച്ച് സമയം കുറവായിരുന്നു. അപ്പോൾ സ്റ്റിൽ ഞാൻ അത്യാവശ്യം, എന്റെ ടോപ്പിക് ഒന്നുമല്ല ഫുഡ് സയൻസ്, എനിക്ക് അത്ര നോളജ് ഉള്ള ഏരിയ ഒന്നുമല്ല. അപ്പൊ ഞാൻ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്തു വെച്ച് എങ്ങനെയോ പാസ്സായി തന്നെ പറയണം. കാരണം ജസ്റ്റ് പാസ്സാണ്. ഒരുവിധം അതും എങ്ങനെയോ പാസ്സായി. അപ്പൊ അക്കാഡമിക്കലി വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നു പോകുന്നു എന്ന് തന്നെ പറയാം. പക്ഷെ അക്കാഡമിക്കലി എന്നതിനേക്കാൾ അപ്പൊ ഒരു
ബോയ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഗേൾസിന്റെ എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾക്ക് നാട്ടിലേക്ക് ഫണ്ട് അയക്കണം, ഇവിടുത്തെ പാർട്ട് ടൈം സെറ്റ് ചെയ്യാനില്ലെങ്കിൽ വല്ലാത്തൊരു ടെൻഷനാണ്. എനിക്കൊക്കെ പാർട്ട് ടൈം പോയി കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഒരു തലയ്ക്കൊരു ഇതാണ്. അത് നാട്ടിലേക്ക് കാശ് അയക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ പറ്റില്ല എന്നൊരു പേടി മൈൻഡിൽ കയറും. അപ്പോൾ ഞാൻ ഗേൾസിന് അത്രയും പേടി കണ്ടിട്ടില്ല. അല്ലാതെ ഞാൻ ഗേൾസ് എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ പറയുന്നത്. എന്നെക്കാളും നന്നായിട്ട് ഇവിടെ വർക്ക് ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കി ഗേൾസ് ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ബോയ്സിന് എല്ലാ ബോയ്സിനുള്ള ഒരു വറിയാണ്. കാരണം എനിക്ക് മെസ്സേജ് അയക്കുന്നതിലും കൂടുതൽ ബോയ്സ് ആണ് ബ്രോ ഇങ്ങനെയാണ് ഇവിടുത്തെ പാർട്ട് ടൈം എന്നുള്ളതൊക്കെ ചോദിക്കാറ്. എനിക്ക് മെസ്സേജ് അയക്കുന്ന ഗേൾസ് കൂടുതലും ടി സൈഡ് യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്, ടീച്ചർമാർ എങ്ങനെയുണ്ട്, പഠിത്തം എങ്ങനെയുണ്ട്, ക്ലാസ് എങ്ങനെയുണ്ട്, ഈ ഏരിയ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പാർട്ട് ടൈമിനെ പറ്റിയിട്ടും ചോദിക്കുന്നവരുണ്ട്, കിട്ടുന്നവരുണ്ട്, കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ ബോയ്സും എൻ്റെ അടുത്ത് ആദ്യം പാർട്ട് ടൈം ആണ് ചോദിക്കുക. അപ്പൊ ഞാനും എന്റെ മൈൻഡും അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഗ്രഹിച്ചെടുത്തതാണ്. അപ്പൊ ഈ പാർട്ട് ടൈം കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ്. അതിപ്പോ ടി സൈഡ് മിഡിൽ സ്പ്രോയിലായാലും യു കെയിൽ എവിടെയായാലും പാർട്ട് ടൈം കിട്ടിയില്ലെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അക്കാഡമിക്കലിനേക്കാളും എന്റെ ഫോക്കസ് ഇപ്പോഴും പാർട്ട് ടൈമിലായിരുന്നു. അപ്പൊ ഞാൻ ഈ വീഡിയോയിലും പാർട്ട് ടൈമിനെ പറ്റിയിട്ട് തന്നെയായിരിക്കും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്ക് അറിയാം. കാരണം പാർട്ട് ടൈം കിട്ടിയില്ല എന്നുള്ള സ്ട്രഗിൾ വല്ലാത്തൊരു സ്ട്രഗിൾ തന്നെയാണ്. ഈ സ്ട്രഗിൾ എനിക്ക് വീണ്ടും കിട്ടിയത് എപ്പോഴായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ ഈ പ്രാവശ്യം കോൺട്രാക്ട് കഴിഞ്ഞ ആമസോണിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്റെ വിസ തീരാറായി. ഏറെക്കുറെ 2.5-3 മാസത്തോളം ഉള്ളൂ വിസ. അതുപോലെ തന്നെ എന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് എന്റെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ എനിക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനും പറ്റില്ല, ഇനി 20 മണിക്കൂറിനായിട്ട് എവിടെ എടുക്കുന്നില്ല. കാരണം എനിക്ക് ശരിക്കും കോഴ്സ് കഴിഞ്ഞ് വിസ തീരുന്നവരെ ഫുൾ ടൈം വർക്ക് ചെയ്യാന്നാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ലെറ്റർ എന്റെ ടി സൈഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെ എന്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് വൈകി. അപ്പൊ എന്നെ എടുക്കുന്നവരൊക്കെ ഞാൻ ഫുൾ ടൈം അപ്ലൈ ചെയ്യും. ചില സ്ഥലത്തൊക്കെ എനിക്ക് മെഗ്ഡിയിലൊക്കെ വീണ്ടും കിട്ടി. പക്ഷെ ഈ സംഭവം വരുമ്പോൾ എന്റെ കോഴ്സ് കഴിഞ്ഞു, അതിന് ഡോക്യുമെന്റ് ഉണ്ട്, പക്ഷെ ഞാൻ പാസ്സായതിനുള്ള ഡോക്യുമെന്റ് ഇല്ല. വിസ തീരുന്നു എന്നുള്ള പ്രശ്നം വേറെ. വീണ്ടും എഗെയിൻ സ്ട്രഗിൾ, ഏറെക്കുറെ ഒരു 1-1.5 മാസത്തോളം സ്ട്രഗിൾ, എഗെയിൻ ആ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പോഴും മൈൻഡിൽ നിന്ന് പോയിട്ടില്ല. അപ്പോ എപ്പോഴും ശ്രദ്ധിക്കുക, വിസ തീരാറുള്ള അല്ലെങ്കിൽ ലാസ്റ്റ് സമയത്ത് ജോബ് പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ജോബ് പോയി കഴിഞ്ഞാൽ മറ്റൊരു ജോബ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ആൾക്കാർ ഹയർ ചെയ്യില്ല. നമുക്ക് എത്ര ക്വാളിഫിക്കേഷൻ ഉള്ള ജോബ് ആണെങ്കിലും, നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള വെയർ ഹൗസ് എക്സ്പീരിയൻസ്, കെയർ ഹോം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, എന്നാലും അവരെടുക്കില്ല. വിസ തീരാൻ പോവാണെന്ന് കണ്ടുകഴിയുമ്പോൾ അവരെടുക്കില്ല. പിന്നെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടും നമ്മളെ അവര് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് ഡോക്യുമെന്റ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ജോബ് പോവാന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥയിലൊക്കെ ആയിരുന്നു ഇപ്രാവശ്യത്തെ ജനുവരിയിലൊക്കെ. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അത്. വല്ലാത്തൊരു സ്ട്രഗിൾ തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എനിക്ക് അക്കാഡമിക്കലി വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ നാട്ടിൽ കെമിസ്ട്രി പഠിച്ചൊരു സ്റ്റുഡന്റ് ആണ്. എനിക്ക് ഫുഡ് സയൻസ് ആയിട്ട് വലിയ ഒരു ബന്ധവും ഇല്ല. ഞാൻ ടി സൈഡ് യൂണിവേഴ്സിറ്റി മാത്രമായിരുന്നു എൻ്റെ ഓപ്ഷൻ. അതായത് എനിക്ക് ഇവിടെ വന്ന് വീട്ടുകാരുടെ കാശ് വാങ്ങാതെ ഇവിടെ വന്ന് പൈസ ഉണ്ടാക്കി അടയ്ക്കാൻ പറ്റും എന്നുള്ള പലരും വീഡിയോയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ടി സൈഡ് യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും കോഴ്സ് എന്ന രീതിയിലാണ് ഞാൻ ഫുഡ് സയൻസ് എടുത്തത് തന്നെ. അപ്പോൾ എൻ്റെ ഏരിയ അല്ല, എന്നിട്ടും എനിക്ക് അക്കാഡമിക്കലി ഒരുപാട് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. എനിക്ക് സിംപ്ലി പറയുകയാണെങ്കിൽ നാട്ടിലേക്കാളും കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് എക്സാം ഒക്കെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു എക്സാം ആണ് ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും ഡയറക്റ്റ് ക്വസ്റ്റ്യനും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് അക്കാഡമിക്കലി വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ലെക്ചേഴ്സ് ആണ്. നമ്മൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെയിൽ അയക്കും, ചെയ്തിട്ട് മെയിൽ അയച്ചിട്ട് വേണം അവർ നേരിട്ട് പോയി കാണാൻ. നേരിട്ട് പോയി കണ്ടാലും അവർ അക്കാഡമിക്കലി അത് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ എനിക്ക് പിന്നെ അസസ്മെന്റ്സ് സംഭവങ്ങളൊക്കെ ചെയ്യാൻ കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ട്. ലൈബ്രറി അടിപൊളി ലൈബ്രറിയാണ് കേട്ടോ ടി സൈഡ് യൂണിവേഴ്സിറ്റിയുടെ. അത് പറയാതെ വീഡിയോ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഒരു രക്ഷയില്ലാത്ത ലൈബ്രറിയാണ്. ഇഷ്ടം പോലെ സിസ്റ്റംസ് നമുക്ക് യൂസ് ചെയ്യാൻ, അതുപോലെ തന്നെ ബുക്സ് നമുക്ക് റെഫർ ചെയ്യാനും സംഭവങ്ങൾക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത സംഭവം തന്നെയായിരുന്നു. അപ്പൊ അതിവിടെ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അക്കാഡമിക്കലി എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഇനി വരുന്ന ആർക്കും എനിക്കും തോന്നുന്നില്ല, നാട്ടിലെ ഇതൊക്കെ പഠിച്ചു വന്നിട്ടുള്ളവർക്ക് ഇവിടുത്തെ അക്കാഡമിക്സ് അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പ്രത്യേകിച്ച് നാട്ടിൽ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്തവരുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമായിട്ട് തോന്നത്തില്ല. പക്ഷേ ഈ പാർട്ട് ടൈം, അതുപോലെ തന്നെ ഇവിടുത്തെ അഫോർഡബിലിറ്റി, ജീവിത സാഹചര്യങ്ങൾ, ജോലി, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിലാണ് എനിക്ക് സ്ട്രഗിൾ ശരിക്കും നേരിടേണ്ടി വന്നത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈസി ഗോയിങ് റാം കോം എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവമായിരുന്നു. ഈ ഏരിയയിലാണ് എനിക്ക് വല്ലാത്തൊരു സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വന്നത്. അപ്പൊ അതാണ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്. 2.5 വർഷത്തെ ലൈഫ് എക്സ്പീരിയൻസിൽ എനിക്ക് മെയിൻ ആയിട്ട് വന്ന ഈ പ്രശ്നം, പാർട്ട് ടൈം ഇല്ലാതെ റെന്റും സംഭവങ്ങളൊക്കെ കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ആയിരുന്നു. അപ്പൊ ആ സ്ട്രഗിൾസ് എല്ലാവർക്കും വരാൻ ചാൻസ് ഉള്ളതാണ് യു കെയിലേക്ക് വരുന്നത്. അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷെ ആ സ്ട്രഗിളിൽ വരുമ്പോൾ നമുക്കൊരു മൈൻഡ് പോലും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഉണ്ടാവേണ്ടതാണ്, ഉണ്ടായില്ലെങ്കിൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. യു കെയിൽ സുഖമായിട്ട് വന്ന് ഇപ്പോഴും പണിയും ചെയ്ത് എപ്പോഴും പഠിച്ച് അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. സ്ട്രഗിൾസ് ആർ പാർട്ട് ഓഫ് ലൈഫ്. സോ അതിന് റെഡി ആയിട്ട് തീർച്ചയായിട്ടും വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഒരു മീം ഉണ്ടല്ലോ, ഇപ്പോ ഫേമസ് ആയിട്ടുള്ള ഒരു മീം യു കെയിൽ വരുന്നവരൊക്കെ ഇടുന്നത്, ഈസ് ഇറ്റ് വർത്ത്? യെസ്, ഇഫ് യു ആർ സ്ട്രോങ് ഇനഫ്. ദാറ്റ്സ് ഇറ്റ്. 2.5 വർഷത്തെ യു കെ ലൈഫിന്റെ വീഡിയോ ആയിരുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ എന്റെ ഗ്രൂപ്പുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജ് അയക്കുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഹെൽപ്പ് ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, താങ്ക് യു.